നമസ്കാരം. നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ ഇന്ന് നമ്മൾ MA സൈക്കോളജി പഠനത്തിലെ ഒരു പ്രധാന വിഷയത്തിലേക്ക് കടക്കുകയാണ്. പ്രോബ്ലം സോൾവിംഗ് അഥവാ പ്രശ്നപരിഹാരം. അതെ. പ്രത്യേകിച്ച് നിങ്ങളുടെ ബ്ലോക്ക് 4 യൂണിറ്റ് 1-ൽ പറയുന്ന ഇതിന്റെ സ്വഭാവം, പിന്നെ അതിലെ പ്രധാന ഘടകങ്ങൾ, അതൊക്കെ നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം. ഇത് നിങ്ങളുടെ പഠനത്തിന് എന്തായാലും ഉപകാരപ്പെടും. തീർച്ചയായും. നമ്മുടെയൊക്കെ ചിന്താശേഷിയുടെ ഒരു ബേസിക് ഘടകം തന്നെയാണല്ലോ ഈ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നത്. ശരിയാണ്. അപ്പോൾ ഒരു പ്രശ്നം ശരിക്കും എന്താണ്, അതിനെ നമ്മൾ എങ്ങനെ ഒരു ശാസ്ത്രീയമായിട്ട് സമീപിക്കാമെന്നൊക്കെ നിങ്ങളുടെ ഈ യൂണിറ്റ് ബ്ലോക്ക് 4 യൂണിറ്റ് 1 നന്നായിട്ട് പറയുന്നുണ്ട്. ആ ഒരു ഘടനാപരമായ രീതി മനസ്സിലാക്കാനാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് ശരിക്കും ഒരു പ്രശ്നമെന്ന് നിങ്ങളുടെ ഈ യൂണിറ്റ് പറയുന്നത്? നമ്മൾ സാധാരണ പറയുന്ന പ്രശ്നം പോലെ അല്ലല്ലോ സൈക്കോളജിയിൽ. അല്ല, വളരെ കറക്റ്റാണ് ആ ചോദ്യം. ബ്ലോക്ക് 4 യൂണിറ്റ് 1-ൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഒരവസ്ഥ, നമ്മളതിനെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയും. തുടക്കം. അതെ. പിന്നെ നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യം, ഒരു ഗോൾ സ്റ്റേറ്റ്. ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു തടസ്സം വരുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു പ്രശ്നം എന്ന് വിളിക്കുന്നത്. അതായത് ലക്ഷ്യത്തിലേക്ക് പെട്ടെന്നെത്താൻ പറ്റുന്നില്ല, അവിടെ എന്തോ ഒരു തടസ്സമുണ്ട്. എക്സാക്ട്ലി. ആ തടസ്സം അല്ലെങ്കിൽ ആ വിടവ് നികത്താനുള്ള വഴി കണ്ടെത്തുക, അതാണ് പ്രശ്നപരിഹാരം എന്ന് പറയുന്നത്. ഓക്കെ, അത് വ്യക്തമായി. അപ്പോ ഈ പ്രശ്നങ്ങളെ സൈക്കോളജിസ്റ്റുകൾ എങ്ങനെയാണ് പഠിച്ചത്? തുടക്കത്തിൽ കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിലായിരുന്നില്ലേ ശ്രദ്ധ? ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ ടവർ ഓഫ് ഹനോയി പോലത്തെ പസിലുകളൊക്കെ വെച്ച്. ശരിയാണ്. ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ അവര് പ്രധാനമായും ഇൻസൈറ്റ് അഥവാ ഉൾക്കാഴ്ച, അതിലാണ് കൂടുതൽ ശ്രദ്ധിച്ചത്. എങ്ങനെയാണ് പെട്ടെന്ന് ഉത്തരം മനസ്സിലേക്ക് വരുന്നത് എന്നൊക്കെ. ആഹാ മൊമെന്റ്. അതെ. പക്ഷെ പിന്നീട് കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകൾ വന്നു. പ്രത്യേകിച്ചും ന്യൂവെൽ, സൈമൺ. അവരൊക്കെ കുറച്ചുകൂടി ഒരു അനലിറ്റിക്കൽ അപ്രോച്ച് കൊണ്ടുവന്നു. അവരാണ് ഈ പ്രോബ്ലം സ്പേസ് എന്നൊരു ആശയം, അതായത് പ്രശ്നത്തിന്റെ ഒരു ഇടം, അത് മുന്നോട്ട് വെച്ചത്. പ്രോബ്ലം സ്പേസ്, അതെന്താണ് സംഭവം? ഒരു മാനസിക ഭൂപടം പോലെയാണോ? ഏതാണ്ട് അങ്ങനെ പറയാം. നമ്മളൊരു പ്രശ്നം പരിഹരിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു മാപ്പ് പോലെ രൂപപ്പെടും. അതില് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ, അതായത് ഇനീഷ്യൽ സ്റ്റേറ്റ്. ഓക്കെ. പിന്നെ നമ്മുടെ ലക്ഷ്യം, ഗോൾ സ്റ്റേറ്റ്. പിന്നെ ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള എല്ലാ വഴികളും, എല്ലാ പോസിബിൾ പാത്സ്. പിന്നെ ഓരോ വഴിയിലും നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതിനെ ഓപ്പറേറ്റേഴ്സ് എന്നു പറയും. പിന്നെ ചിലപ്പോൾ ചില തടസ്സങ്ങളുണ്ടാവാം, കൺസ്ട്രെയിൻസ്. ഇതെല്ലാം ചേർന്ന ഒരു മാനസിക ഘടനയാണ് ഈ പ്രോബ്ലം സ്പേസ്. കൊള്ളാം. അപ്പോൾ നമ്മൾ ഈ സ്പേസിലൂടെ ശരിയായ വഴി കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതെ, ഏറ്റവും എഫക്റ്റീവായ വഴി കണ്ടെത്തണം. ഇത് മനസ്സിലാക്കുന്നത് വഴി ചിലപ്പോൾ എവിടെയാണ് തെറ്റുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചിലർക്ക് പെട്ടെന്ന് പരിഹാരം കിട്ടുന്നത് എന്നൊക്കെ ഒരു ഐഡിയ കിട്ടുമല്ലോ. കിട്ടും, തീർച്ചയായും. ഓക്കെ, ഇനി ഇതിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലേക്ക് വരാം. നിങ്ങളുടെ യൂണിറ്റ് 1-ൽ ഇതിനൊരു ഘടന പറയുന്നുണ്ടല്ലോ. ഉണ്ട്. സാധാരണയായിട്ട് ഒരു 3 പ്രധാന ഘട്ടങ്ങളാണ് നമ്മൾ പറയുന്നത് ബ്ലോക്ക് 4 യൂണിറ്റ് 1 അനുസരിച്ച്. 1 തയ്യാറെടുപ്പ് അഥവാ പ്രിപ്പറേഷൻ. 2 പരിഹാരം കണ്ടെത്തൽ, പ്രൊഡക്ഷൻ. പിന്നെ 3-മതായി വിലയിരുത്തൽ, ഇവാലുവേഷൻ. ഓക്കെ, പ്രിപ്പറേഷൻ, പ്രൊഡക്ഷൻ, ഇവാലുവേഷൻ. ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ കൂടി ചേർത്ത് 4 എണ്ണമായും പറയാറുണ്ട്. പക്ഷേ അടിസ്ഥാനം ഈ 3 എണ്ണം തന്നെയാണ്. ശരി. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് തയ്യാറെടുപ്പ് അഥവാ പ്രിപ്പറേഷൻ. പേര് പോലെ തന്നെ പ്രശ്നത്തെ മനസ്സിലാക്കലാണോ ഇവിടെ നടക്കുന്നത്? അതെ. ഇവിടെയാണ് നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആ പ്രശ്നത്തെ ശരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ് പ്രശ്നം, അതിന്റെ പല വശങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്, ലക്ഷ്യം എന്താണ്, പിന്നെ എന്ത് തടസ്സങ്ങൾ ഉണ്ടാവാം, ഇതൊക്കെ മനസ്സിലാക്കുന്ന സ്റ്റേജാണ്. ഇതിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ പ്രശ്നത്തെ എങ്ങനെ നമ്മുടെ മനസ്സിൽ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒരു മെന്റൽ റെപ്രസെന്റേഷൻ. അത് ശരിയാണ്. പ്രശ്നത്തെ കാണുന്ന രീതി തന്നെ പ്രധാനമാണല്ലോ. വളരെ പ്രധാനം. ശരിയായിട്ട് പ്രശ്നം മനസ്സിലാക്കിയാൽ തന്നെ പകുതി പരിഹാരമായി എന്ന് പറയാറുണ്ട്. ശരിയാണ്. തെറ്റായ ഒരു ധാരണ വെച്ച് തുടങ്ങിയ പിന്നെ വഴി തെറ്റും. അപ്പോൾ ഈ തയ്യാറെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്ഷൻ സ്റ്റേജാണ്, പരിഹാരം കണ്ടെത്തൽ. ഇവിടെയാണോ ശരിക്കും ഉത്തരങ്ങൾ നോക്കുന്നത്? അതെ, ഇവിടെയാണ് നമ്മൾ
സാധ്യമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കുന്നതും പുതിയ ഐഡിയകൾ കൊണ്ടുവരുന്നതും അത് ടെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഇതിന് വല്ല തന്ത്രങ്ങളും ഉണ്ടോ? ഉണ്ട്. പ്രധാനമായിട്ടും 2 തരം തന്ത്രങ്ങളുണ്ട്. നിങ്ങളും ബ്ലോക്ക് 2 യൂണിറ്റ് 4ലും ഇത് പറയുന്നുണ്ട്. ഒന്ന് അൽഗോരിതം. അൽഗോരിതം. അതായത് ഒരു പ്രശ്നത്തിന് ഉറപ്പായിട്ടും പരിഹാരം കിട്ടുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് രീതി. പക്ഷേ ചിലപ്പോൾ ഒരുപാട് സമയമെടുത്തേക്കാം, എല്ലാ വഴികളും നോക്കേണ്ടി വരും. അപ്പോൾ താക്കോൽ കൂട്ടത്തിൽ നിന്ന് ശരിയായത് കിട്ടാൻ ഓരോന്നായിട്ട് ഇട്ട് നോക്കുന്നത് പോലെ. അതെ, നല്ല ഉദാഹരണം. ഇനി രണ്ടാമത്തത് ഹ്യൂറിസ്റ്റിക്സ്. ഹ്യൂറിസ്റ്റിക്സ് കേട്ടിട്ടുണ്ട്. ഇവ എളുപ്പവഴികൾ അല്ലെങ്കിൽ റൂൾ ഓഫ് തമ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ചില ഊഹങ്ങളാണ്. ഇത് വെച്ച് നോക്കിയാൽ ചിലപ്പോൾ വേഗം ഉത്തരത്തിലെത്താം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇത് എപ്പോഴും ശരിയാവണമെന്നില്ല. ചിലപ്പോ തെറ്റായ ഉത്തരത്തിലായിരിക്കും എത്തുക. അപ്പോ നേരത്തെ പറഞ്ഞ താക്കോലിന്റെ കാര്യത്തിൽ കാഴ്ചയിൽ വലിപ്പം കൂടിയ താക്കോൽ ആദ്യമിട്ട് നോക്കുന്നത് ഒരു ഹ്യൂറിസ്റ്റിക് ആവൂല്ലേ? അതെ, കറക്റ്റ്. അത് ചിലപ്പോ ശരിയാവാം, അല്ലെങ്കിൽ തെറ്റാം. ഈ സ്റ്റേജിലാണ് നമ്മൾ അനലിറ്റിക്കലായിട്ടും സിന്തറ്റിക്കായിട്ടുമൊക്കെ ചിന്തിക്കേണ്ടി വരുന്നത്. അതായത് കാര്യങ്ങൾ വേർതിരിച്ചു നോക്കാനും കൂട്ടിച്ചേർത്ത് നോക്കാനുമൊക്കെ. ഓക്കെ, ഈ ഹ്യൂറിസ്റ്റിക്സ് നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടാവൂല്ലേ? തീർച്ചയായും. നമ്മുടെ ഡെയിലി ലൈഫിൽ മിക്കവാറും ഹ്യൂറിസ്റ്റിക്സ് ആണ്. ശരി. അപ്പോ മൂന്നാമത്തെ സ്റ്റേജ് ഇവാലുവേഷൻ അഥവാ വിലയിരുത്തൽ. ഇവിടെ നമ്മൾ ഈ പ്രൊഡക്ഷൻ സ്റ്റേജിൽ കണ്ടെത്തിയ പരിഹാരം അത് ശരിയാണോ, നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തിയോ, പ്രശ്നം മാറിയോ എന്നൊക്കെ നോക്കുന്ന ഘട്ടമാണ് ഇത് അവസാനത്തെ സ്റ്റെപ്പാണോ അതോ അല്ല, എപ്പോഴും അവസാനത്തേതാവണമെന്നില്ല. ചിലപ്പോ നമ്മൾ കണ്ടെത്തിയ പരിഹാരം അത് അത്ര പോരാ എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ലക്ഷ്യത്തിലെത്തിയില്ലെങ്കിൽ വീണ്ടും ചിലപ്പോ പ്രൊഡക്ഷൻ സ്റ്റേജിലേക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോ പ്രശ്നത്തെ ആദ്യം മനസ്സിലാക്കിയതിൽ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി പ്രിപ്പറേഷൻ സ്റ്റേജിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വന്നേക്കാം. ഇതൊരു സൈക്കിൾ പോലെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഒറ്റയടിക്ക് തീരുന്ന പരിപാടിയല്ല. അല്ല, ഒരു ചാക്രിക സ്വഭാവമുണ്ട്. ഓരോ തവണ നമ്മൾ ശ്രമിക്കുമ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കും. അത് അടുത്ത തവണത്തെ ശ്രമത്തിന് ഗുണം ചെയ്യും. അപ്പോ ഇത്രയും പറഞ്ഞതിന്റെ ഒരു രത്നചുരുക്കം എന്താണ്? ഈ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത് അത് വെറുതെ അങ്ങ് സംഭവിക്കുന്ന ഒന്നല്ല. അതിന് വ്യക്തമായ ഘട്ടങ്ങളുണ്ട്. തയ്യാറെടുപ്പ്, പിന്നെ പരിഹാരം തേടൽ, അത് കഴിഞ്ഞു വിലയിരുത്തൽ. അതെ, ഇതൊരു ചിട്ടയായ ഘടനാപരമായ പ്രക്രിയയാണ്. ആ ഘടന മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. തീർച്ചയായും. ഈ ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുമ്പോൾ, നിങ്ങളുടെ അസൈൻമെന്റ് ചെയ്യുമ്പോഴും പരീക്ഷ എഴുതുമ്പോഴുമൊക്കെ പ്രശ്നങ്ങളെ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് സമീപിക്കാൻ പറ്റും. അതുമാത്രമല്ല, നമ്മുടെ സാധാരണ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാനും ഇത് സഹായിക്കും. ഓരോ ഘട്ടത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ശരിയാണ്. ഈ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങളോട് ഒരു ചിന്ത പങ്കുവെക്കാനുണ്ട്. ഈ പറഞ്ഞ ഘട്ടങ്ങളുണ്ടല്ലോ, പ്രിപ്പറേഷൻ, പ്രൊഡക്ഷൻ, ഇവാലുവേഷൻ, ഇതിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങളൊരു പ്രശ്നത്തെ സമീപിക്കുന്ന രീതിയെ എങ്ങനെ മാറ്റിയേക്കാം? നല്ല ചോദ്യം. ചിലപ്പോൾ നിങ്ങൾ തയ്യാറെടുപ്പിന് കുറച്ചുകൂടി സമയമെടുക്കുമോ, അതോ പുതിയ ഹ്യൂറിസ്റ്റിക്കുകൾ പരീക്ഷിക്കാൻ ധൈര്യം കാണിക്കുമോ? ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ചിന്താരീതികളെ മനസ്സിലാക്കാൻ സഹായിച്ചേക്കും. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോക്ക് 4 യൂണിറ്റ് 1 ഒന്നുകൂടി മറച്ചു നോക്കുന്നത് എന്തായാലും നന്നായിരിക്കും. അപ്പോൾ അടുത്ത തവണ കാണാം.